ഞാൻ ഇന്ന് ഒരു കേസരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. ഞാനിവിടെ 1 കപ്പ് റവയാണ് എടുക്കുന്നത്. 1 കപ്പ് റവയ്ക്ക് 1/2 കപ്പ് നെയ്യാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യാണ് ഇപ്പോൾ ഞാൻ ചേർക്കുന്നത്. ഇനി ഈ നെയ്യിലേക്ക് നമുക്ക് 1 കപ്പ് റവ ചേർത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 7 മുതൽ 8 മിനിറ്റ് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അത് ഫ്രൈ ചെയ്ത് വരുമ്പോൾ നെയ്യിൽ കിടന്ന റവ മൂത്ത് വരുന്നതിൻ്റെ ഒരു മണം ഒക്കെ വരും. അതാണ് അതിൻ്റെ പാകം. പിന്നെ റവയ്ക്ക് ചെറുതായിട്ടൊരു കളറൊക്കെ മാറി വരും. അപ്പോൾ നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിത് ഫ്രൈ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 8 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ആ റവ നന്നായിട്ട് മൂത്തതിൻ്റെ ഒരു മണമൊക്കെ വരുന്നുണ്ട്. റവയുടെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന റവ തിളച്ച വെള്ളത്തിലേക്ക് ഒന്നിട്ട് വെക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ 2 കപ്പ് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഈ വെള്ളം ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ റവ ഈ വെള്ളത്തിലേക്ക് ചേർക്കാം. ഇപ്പോൾ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് റവ ഇതിലേക്ക് ചേർത്തിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. ചെറിയ തീയിൽ വേണം വെക്കാനായിട്ട്. ഇത് ഇടുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ റവ പെട്ടെന്ന് കട്ട പിടിക്കും. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അനക്കാതെ വെക്കുക 2 മിനിറ്റ്. റവ നന്നായിട്ട് വെള്ളത്തിലൊന്ന് സോക്കായിട്ട് വരണം. ഇപ്പൊ നമ്മളിത് വെച്ചിട്ട് 2 മിനിറ്റ് ആയി. ഇനി ഇത് തുറന്ന് നോക്കാം. ഇപ്പൊ വെള്ളമൊക്കെ വറ്റി റവ ഇതിനകത്ത് നന്നായിട്ട് സോക്കായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് നമുക്ക് 1 കപ്പ് പഞ്ചസാര ചേർക്കാം. ഞാനിവിടെ 1 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര കൂടുതൽ ചേർക്കാം. ഈ പഞ്ചസാര ഇതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പഞ്ചസാര ഇതിൽ കിടന്നൊന്ന് മെൽറ്റ് ആയിട്ട് വരണം. ഇപ്പൊ പഞ്ചസാര ഇതിനകത്തേക്ക് ഒന്ന് മെൽറ്റ് ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 നുള്ള് ഉപ്പ് ചേർക്കാം. 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു കളറിന് വേണ്ടിയിട്ട് ഞാനൊരു അല്പം മഞ്ഞൾപ്പൊടി പാലിൽ കലക്കി ചേർക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാഫ്രൺ കളർ ചേർക്കാവുന്നതാണ്, അല്ലെങ്കിൽ സാഫ്രൺ തന്നെ പാലിൽ കുതിർത്തി ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തതിൽ നിന്ന് ബാക്കിയുള്ള നെയ്യ് കൂടി ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് നട്ട്സും കിസ്മിസും ഒന്ന് ഫ്രൈ ചെയ്ത് ചേർക്കാം. നമ്മുടെ കേസരി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ട്രേയിൽ ഇത് നിരത്തി വെച്ചിട്ട് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഒരു ബൗളിൽ എടുക്കാം. എങ്ങനെ വേണമെങ്കിലും നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്.